ലോക പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്തമായ ആദരവ് നൽകി ശ്രദ്ധ നേടിയിരിക്കുകയാണ് പാനൂർ UP സ്കൂൾ. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഭൂമിയെയും നമ്മുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങളെയാണ് പാനൂർ UP സ്കൂൾ ആദരിച്ചത്. ഹരിതകർമ്മ സേനാ പ്രവർത്തകരായ ശ്രീജ, സുമ, പ്രതീക്ഷ, ഗീത, വിമല എന്നിവരെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചത്. ചടങ്ങിൽ വെച്ച് പാനൂർ UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി ജീജ ഹരിതകർമ്മ സേനാ പ്രവർത്തകരെ ആദരിച്ചു. വളരെ മഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന അല്ലെങ്കിൽ എടുത്തു മാറ്റി വെക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ വീടുകൾ തോറും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ തോറും എത്തിച്ചേർന്ന് അവ ശേഖരിച്ച് അവയെ പുനരുപയോഗത്തിന് സാധ്യമാക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി തയ്യാറാക്കി നൽകുന്ന പ്രവൃത്തിയാണ് നമ്മളെ കൂടെ ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിമാര് ചെയ്യുന്നത്. ചടങ്ങിൽ PTA പ്രസിഡന്റ് K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിലുള്ള കുറച്ചാളുകൾ ഇവരെ ഇപ്പം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം പറഞ്ഞാൽ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു പരിഗണന നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ചാളുകൾക്കും കൊടുക്കുന്നില്ല. അപ്പം അത് മാറി വരും എന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. KP സുരേഷ്, രമേശൻ മാക്കണ്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് പരിസ്ഥിതി സെക്രട്ടറി PK അബ്ദുൽ നാസർ സ്വാഗതവും ദിനേശൻ പാച്ചോൾ നന്ദിയും പറഞ്ഞു. 3 വർഷമായി തുടങ്ങിയിട്ട് എല്ലാ വീടുകളും ആദ്യം നമ്മളെ ഒരു വല്ലാത്തൊരു രീതിയിലാണ് കണ്ടു പോകാറ്. ഇപ്പോൾ എല്ലാവരും നല്ല 3 വർഷമായി നമ്മൾ ഹരിതകർമ്മ സേനേൻ്റെ ഇത് തുടങ്ങിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 9 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2:30 ആകുമ്പോഴേക്ക് അവസാനിക്കും. ഇപ്പം വീട് കയറുമ്പോൾ 4 വാർഡിൽ കയറണം. 4 വാർഡ് കയറുമ്പോൾ ഓരോ വാർഡിലും കയറുന്നതിന് മുന്നേ മെസ്സേജ് വരും, ഇങ്ങനെ ഹരിതകർമ്മസേന വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ്. ചില വീടുകളിൽ അങ്ങനെ വലിയ ഒരു സ്വീകരണമൊന്നുമില്ല. ഇപ്പം 2-3 മാസമായിട്ട് നമ്മൾ കടകളിൽ എടുക്കുന്നുണ്ട്. കടകളിലുള്ളവർ നല്ലൊരു ഇത് സഹായം ചെയ്യുന്നുണ്ട്. എല്ലാ കടക്കാരും ലേറ്റ് ആയിരുന്നെങ്കിൽ അവർ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കും, ഇതെന്താ വരാത്തതെന്ന് ചോദിക്കും. എല്ലാ കടകളിൽ നിന്നും വേസ്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമഗ്ര ന്യൂസ് പാനൂർ.